+1 ഫിസിക്സിൻ്റെ മറ്റൊരു ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ഡേ, അതായത് എക്സാമിന് തൊട്ട് തലേന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഉള്ള ക്ലാസ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാവിറ്റേഷൻ മുതൽ വേവ്സ് വരെയുള്ള ചാപ്റ്ററുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G equal to gme divided by re square. me mass of earth, re radius of earth. G at height h, gh equal to g into 1 minus 2h divided by re. ഈ ഇക്വേഷൻ കാണുമ്പോൾ അതിൻ്റെ ഡെറിവേഷനും കൂടി ആലോചിച്ച് നോക്കുക. gme by re square on the surface at height h. ആ ഒരു ഡെറിവേഷൻ പാർട്ടും കൂടി നിങ്ങൾ പഠിക്കുക. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണത്. ഇനി ജി അറ്റ് ഡെപ്ത് ഡി, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഇ. എസ്കേപ്പ് വെലോസിറ്റി വി ഇ ഈക്വൽ ടു റൂട്ട് 2 GRE ഈക്വൽ ടു മറ്റൊരു ഇക്വേഷനാണിത്, റൂട്ട് 2 GME ഡിവൈഡഡ് ബൈ ആർ ഇ. ഇത് പഠിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ എർത്ത്, റേഡിയസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി. ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ബോഡിയാണോ നമ്മൾ എർത്തിൽ നിന്ന് എറിയുന്നത് അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്നത്, ആ ബോഡിയുടെ മാസിനെ എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ഓഫ് ദി പ്ലാനറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ മാസ് ഓഫ് ദ എർത്ത് ആൻഡ് റേഡിയസ് ഓഫ് ദ എർത്ത്. ചോദിക്കാറുണ്ട്, അത് പല രീതിയിൽ അത് ചോദിക്കാറുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ട് ബോഡീസ് തന്നിട്ട് ഏതിനായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ആൻഡ് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. ഇനി ഓർബിറ്റൽ വെലോസിറ്റി VO ഈക്വൽ ടു റൂട്ട് GRE. അതിൻ്റെ മറ്റൊരു ഇക്വേഷനാണിത്, റൂട്ട് ഓഫ് GME ഡിവൈഡഡ് ബൈ RE. ഈ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും രണ്ട് കേസിലും അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഇനി മറ്റൊന്ന് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. VE ഈക്വൽ ടു റൂട്ട് 2VO ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം VE ഈക്വൽ ടു റൂട്ട് 2GR എന്നുള്ളതുണ്ടല്ലോ. VE റൂട്ട് 2GR, VO റൂട്ട് GR. അതിൽ നിന്നാണ് നമുക്ക് VE ഈക്വൽ ടു റൂട്ട് 2VO എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. മറ്റൊന്ന് അതിൽ ഓർത്തിരിക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി U നിയർ ദ സർഫസ് ഓഫ് എർത്ത്, അതായത് അറ്റ് ഹൈറ്റ് h. സർഫസിൽ നിന്ന്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റ് എച്ചിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ് ഈസ് mgh. ഓക്കെ, മറ്റൊന്ന് ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഇൻ G വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ആൻഡ് ഹൈറ്റ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണിത്. ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഇൻ G വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ആൻഡ് ഹൈറ്റ്. ഹൈറ്റിനും ഡെപ്തിനും അനുസരിച്ചിട്ട് G എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഗ്രാഫ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഇൻ G വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ആൻഡ് ഹൈറ്റ്. അതിൽ എലോങ് എക്സ് ആക്സിസ് വി ടേക്ക് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കതിൽ വേണമെങ്കിൽ ആർന്ന് എഴുതാവുന്നതാണ്. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആർന്ന് എഴുതാം along x-axis. Along y-axis the value of G or denoted by G dash. G എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഹൈറ്റിലും ഡെപ്തിലുള്ളത് നമുക്ക് G ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം കോമൺ ആയിട്ട്, അല്ലെങ്കിൽ GH, GD ഒക്കെ ഉപയോഗിക്കാം. ഇനി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്, ഇതാണ് നമ്മുടെ ഡെപ്തിൻ്റെ സൈഡ്. അതായത് 0-ൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കാണ്. അവിടെ ദ ഗ്രാഫ് ഇസ് like this. Okay, it's a straight line, it is decreasing. With respect to depth it is decreasing like this, and with respect to height the variation is like this. It is straight alla, it's a curved line and it does not touch the x-axis. X-axis la touch cheyyunnilla, that means 0 avunnilla, but it is decreasing continuously and maximum on the surface. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ച് പഠിച്ചിരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ആൻഡ് ഹൈറ്റ് എങ്ങനെയാണ്
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്നു എന്നുള്ളത്. ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന മറ്റൊന്ന്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു GMM ഇൻറ്റു 1/R1 മൈനസ് 1/R2. ആ ജനറൽ എക്സ്പ്രഷനാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ എക്സ്പ്രഷനാണിത്. GMM ഇൻറ്റു 1/R1 മൈനസ് 1/R2. അത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആ ഡെറിവേഷനിലൊക്കെ ആവശ്യമുള്ള ഇക്വേഷനാണ്, അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, അതായത് ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർബിറ്റിൽ മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം, ടൈം പീരീഡ് 2π ഇൻറ്റു RE പ്ലസ് H ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ റൂട്ട് GME. ഓക്കെ, 2π RE പ്ലസ് H ഓൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് GME, where H is height of the orbit from the surface of Earth. സർഫസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ഓർബിറ്റ് എന്നുള്ളതാണ് അവിടെ H സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഭാഗം ഗ്രാവിറ്റേഷനിൽ ചോദിക്കാറുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കെപ്ലേഴ്സ് ലോസ് ആണ്. കെപ്ലേഴ്സ് ലോസിൽ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ മൂന്നും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് ലോ ഓൾസോ നോൺ as ലോ ഓഫ് ഓർബിറ്റ്സ്. ഓക്കെ, ലോ ഓഫ് ഓർബിറ്റ്സ് എന്താണ്? പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ലോ. Second law, law of areas, states that aerial velocity is a constant. Aerial velocity is a constant. That is second law. Now third law, law of periods. Law of periods states that T square proportional to A cube. ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ പറ്റുന്നവർ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പഠിച്ചു വെക്കുക. ഇനി മറ്റൊന്നും ഓർമ്മ കിട്ടിയിട്ടില്ലെങ്കിൽ ലോ ഓഫ് പീരീഡ്സ് അല്ലെങ്കിൽ തേർഡ് ലോ എന്താണെന്ന് ചോദിച്ചാൽ T square proportional to A cube എന്നെങ്കിലും എഴുതുക. അത് എഴുതിയാലും നിങ്ങൾക്ക് ക്വസ്റ്റിനുള്ള മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ലെസണിൽ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുക. ഒരു റാപ്പിഡ് റൗണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. ഇനി സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോളിഡ്സിൽ സ്ട്രെസ്, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്നുള്ളത് റെസ്റ്റോറിങ് ഫോഴ്സ് ആണ്, റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദെൻ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അത് ചേഞ്ച് ഇൻ ലെങ്ത് ആവാം, ചേഞ്ച് ഇൻ വോളിയം ആവാം, ഷേപ്പ് ആവാം, അത് ഒക്കെ ഓർത്തിരിക്കുക. ആൻഡ് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ദെൻ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് FL by A delta L. Okay, FL by A delta L. Bulk modulus B equal to minus delta PV divided by delta V. Bulk modulus minus delta PV divided by delta V. Compressibility K equal to 1 by B. Compressibility 1 by B. Then എല്ലാ മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റിയും നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എഴുതാം. ഓക്കെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ദ മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി. അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇസ് നോൺ ആസ് ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, സോ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ or stress by strain equal to constant, that is known as Hooke's law of elasticity. ഇനി സോളിഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിൽ സ്ട്രെയിൻ അലോങ് എക്സ് ആക്സിസ്, സ്ട്രെസ് അലോങ് വൈ ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് ഏകദേശം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഷേപ്പ്. A proportional limit, B elastic limit. Proportional limit means stress proportional to strain. അത് ഏത് വരെ എന്നുള്ളതാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് സൂചിപ്പിക്കുന്നത്. ആൻഡ് B elastic limit ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? അപ് ടു ദാറ്റ് ദ ബോഡി regains its original shape after the removal of the deforming force. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോളിഡ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഫ്ലൂയിഡ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം ഓഫ് ഹൈറ്റ് എച്ച്, പി ഈക്വൽ ടു എച്ച് റോ ജി. ഇതിൻ്റെ ഒരു ഡെറിവേഷനും കൂടെ ഒന്ന് ഓർമ്മിക്കുക ഇത് പഠിക്കുന്ന സമയത്ത്.
ആ ഒരു ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു കണ്ടെയ്നർ പോലെ നമ്മൾ ഫ്ലൂയിഡിൽ കൺസിഡർ ചെയ്തതിന് ശേഷം ആ ഒരു ഡെറിവേഷൻ P = H rho G എന്നുള്ളത്. ദെൻ സർഫസ് ടെൻഷൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F/L. അതോടൊപ്പം അതിൻ്റെ യൂണിറ്റും കൂടെ ഓർമ്മിച്ച് വെക്കുക. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ഇറ്റ് ഈസ് Newton/meter, okay, or Newton-meter inverse. Then expression excess pressure inside a bubble, Pi minus Po equal to 4s divided by R. Excess pressure inside a drop, Pi minus Po equal to 2s divided by R. രണ്ടും ശ്രദ്ധിക്കുക. ഡ്രോപ്പിൻ്റെ കേസിൽ 2s/R, ബബിളിൻ്റെ കേസിൽ 4s/R. Then capillary rise, expression for capillary rise H equal to 2s cos theta by A rho G. That is also called ascent formula. 2s cos theta by A rho G എന്നുള്ള ഫോർമുലയ്ക്കാണ് ascent formula എന്ന് പറയുക. അതിൽ S സർഫസ് ടെൻഷനാണ്, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, A റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ്, റോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ Pi minus Po equal to 2s/R എന്നുള്ളത്. അതുപോലെ തന്നെ അസെന്റ് ഫോർമുല അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ് എപ്പോഴും ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണത്. മറ്റൊന്ന് സ്റ്റോക്സ് ഫോർമുല F equal to 6π∗AV. ഇത് വിസ്കസ് ഫോഴ്സിനുള്ള ഇക്വേഷനാണ്. ഓക്കെ, ദ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഡ്യൂ ടു ഫ്ലൂയിഡ് F equal to 6π∗AV. ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, A dimension or radius of the body, V velocity. Then terminal velocity Vt equal to 2/9 A square rho minus sigma into G divided by eta. ഇതും ഈ ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ 2/9 A square rho minus sigma into G divided by eta. Then Reynolds number Re equal to rho Vd divided by eta. Rho density ആണ്, V velocity, D dimension of the pipe എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡയമെൻഷൻ, ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇനി ഇതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം. എപ്പോഴും ഡെറിവേഷൻ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം. അതിൻ്റെ ആ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് മാത്തമാറ്റിക്കൽ ഫോമിൽ ഇവിടെ കൊടുത്തത്. P plus half rho V square plus rho GH equal to constant. അപ്പോൾ സ്റ്റേറ്റ് ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എഴുതിയാലും അതിൻ്റെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഡെറിവേഷനും ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. P plus half rho V square plus rho GH equal to a constant. Then മറ്റൊന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി AV equal to constant or A1 V1 equal to A2 V2. ഏത് രീതിയിലും പറയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചോദിച്ചു കഴിഞ്ഞാൽ AV equal to constant എന്ന് പറയാം, അത് ശരിയാണ്. അല്ലെങ്കിൽ A1 V1 equal to A2 V2 എന്നുള്ള രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ദെൻ ബെർണോളിസ് തിയറത്തിൽ തന്നെ ഇഫ് യു കൺസിഡർ എ ഹൊറിസോണ്ടൽ പൈപ്പ്, the equation is P plus half rho V square equal to constant. ഈ ഒരു ഇക്വേഷനാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, P plus half rho V square equal to constant. ബെർണോളിസ് തിയറത്തിൽ നമ്മൾ രണ്ട് ഹൈറ്റ് മീൻസ് ഒരു വളഞ്ഞിട്ടുള്ള പൈപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. H1 H2 രണ്ട് ലെവലിലാണ്, രണ്ട് എൻഡും. അതിന് പകരം ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ P plus half rho V square equal to a constant. Then Torricelli's law, that is velocity of a freely falling body, V equal to root of 2gh. Okay, so what is Torricelli's law എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the velocity of a freely falling body is given by V equal to root of 2gh. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്. അതിലുള്ള ഡെറിവേഷൻസും ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധയോടെ ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുക. അടുത്തതായി തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R, അതിൻ്റെ യൂണിറ്റ് ജൂൾ, മോൾ ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ്. ഡയമെൻഷൻ mL² T⁻², മോൾ ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ്.
Then pressure exerted by a gas molecule on the walls of the container P equal to 1/3 nm V bar square. അതിൻ്റെ ഡെറിവേഷനും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. Average kinetic energy of a gas molecule is directly proportional to absolute temperature. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. Average kinetic energy, it is proportional to absolute temperature T. അതുപോലെ തന്നെ velocity is proportional to root of T. Okay, absolute temperature സ്ക്വയർ റൂട്ടിന് പ്രപ്പോർഷണൽ ആണ് വെലോസിറ്റി. Then mean free path tau equal to 1/√2 pi d square n. ഈ ഒരു ഇക്വേഷൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. Then relation between different scales of temperature C equal to 5/9 F minus 32. The C denotes temperature in degree Celsius, F denotes temperature in Fahrenheit. അപ്പോൾ സെൽഷ്യസ് ടു ഫാരൻഹീറ്റ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് കൺവേർഷന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാം. C equal to 5/9 F minus 32. ഇനി 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ നമുക്കറിയാം, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഇത് മൂന്നും ഉൾപ്പെടുന്ന ഒരു റിലേഷനാണ് ഇത്. C/100 equal to F minus 32 divided by 180 equal to K minus 273.1 divided by 100. അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ പല സ്കെയിലുകളിലേക്ക് കൺവേർഷൻ നടത്താൻ വേണ്ടി സാധിക്കും. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ എക്സ്പാൻസിവിറ്റി, സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി ആൻഡ് വോളിയം എക്സ്പാൻസിവിറ്റി. നമുക്കറിയാം ലെങ്തിലുള്ള ഇൻക്രീസാണ് ലീനിയർ എക്സ്പാൻസിവിറ്റി ഡിനോട്ട് ചെയ്യുന്നത്, ഏരിയയിലുള്ള ഇൻക്രീസാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി, ആൻഡ് വോളിയം എക്സ്പാൻസിവിറ്റി ഡിനോട്ട്സ് ഇൻക്രീസ് ഇൻ വോളിയം. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ ആൽഫ എ ഈക്വൽ ടു 2 times ആൽഫ എൽ, ദെൻ ആൽഫ വി ഈക്വൽ ടു 3 times ആൽഫ എൽ. ചോദിക്കാറുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണത്. Now, zeroth law of thermodynamics states that if TA equal to TC and TB equal to TC, then TA equal to TB. That is, if two systems A and C are in thermal equilibrium with the third system C, then A and B are in thermal equilibrium with each other. അത് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമുല നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോം എഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും ലഭിക്കും. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. Mayer's relation Cp minus Cv equal to R. Then equation of state PV equal to nRT. Equation of isothermal process PV equal to a constant. Isothermal process means temperature remains constant. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തെർമോഡൈനമിക് പ്രോസസ്സിനാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് എല്ലാ ഫേസ് ചേഞ്ചസും ഐസോതെർമൽ പ്രോസസ്സാണ്, ഓർത്തിരിക്കുക. അതായത് സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ, മെൽറ്റിംഗ് ഓഫ് ഐസ്, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ഇങ്ങനെ ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവുന്ന ഗ്യാസിൽ നിന്ന് കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് ആവുക, അല്ലെങ്കിൽ സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസായി മാറുക, ഇങ്ങനെയുള്ള എല്ലാ ഫേസ് ചേഞ്ചസും ഐസോതെർമൽ പ്രോസസ്സാണ്. ദെൻ ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്സ്, 3 രീതിയിൽ ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പി റേസ് ടു 1 മൈനസ് ഗാമ, ടി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അഡിയബാറ്റിക് ഇത് 3 തന്നു കഴിഞ്ഞാലും that denotes adiabatic process. അതിൽ ഗാമ എന്താണെന്നറിയാലോ, Cp/Cv. Work done in isothermal process, W equal to 2.303 nRT log V2/V1. 2.303 ഇല്ലെങ്കിൽ നമുക്ക് ln കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ട് ഇത് എഴുതാം. ഓക്കെ, nRT ln V2/V1 എഴുതിയാലും ശരിയാണ്. അപ്പോൾ 2 രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. nRT ln V2/V1 ആ രീതിയിലും ഇത് എഴുതാവുന്നതാണ്. ഇനി വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്,
W equal to R by gamma minus 1 into T1 minus T2, work done in adiabatic process. Efficiency of heat engine, eta equal to 1 minus T2 by T1 or eta equal to 1 minus Q2 by Q1. മറ്റൊരു എക്സ്പ്രഷൻ ഈറ്റ ഈക്വൽ ടു W by Q1, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. W by Q1. ഇനി ഇൻ ടേംസ് ഓഫ് ഹീറ്റ് ആണെങ്കിൽ 1 minus Q2 by Q1. Q1 is heat taken from the source, Q2 heat rejected to the sink, or 1 minus T2 by T1. T1 temperature of the source, T2 temperature of the sink. T1 ഉം T2 ഉം ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെന്നുള്ളത് ഓർമ്മിക്കുക. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചേഴ്സ് ആണ്. കാർനട്ട് സൈക്കിൾ, കാർനട്ട് സൈക്കിളിൻ്റെ ഒരു ഗ്രാഫാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. PV ഡയഗ്രാം ഓഫ് കാർനട്ട് സൈക്കിൾ. അത് ABCD ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാവണം. അതുപോലെ AB ഡിനോട്ട്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ, BC adiabatic expansion, CD isothermal compression, DA adiabatic compression. ഈ 4 സ്റ്റെപ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാർനട്ട് സൈക്കിളിൽ. ഈ സ്റ്റെപ്സ് എഴുതാൻ തന്നെ ചോദിക്കാറുണ്ട്. ഐസോതെർമൽ എക്സ്പാൻഷൻ, adiabatic എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, adiabatic കംപ്രഷൻ. അടുത്ത ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓസിലേഷൻസിൽ കണ്ടീഷൻ ഫോർ എൻ ഓസിലേഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക്, ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷൻ A ഈക്വൽ ടു -ω²y ഓർ F ഈക്വൽ ടു -kx. ഇതിലേതായാലും ഇതിലേത് ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും അത് സിമ്പിൾ ഹാർമോണിക് ഇക്വേഷനെ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. A ആക്സലറേഷനാണ്, ω ആംഗുലർ ഫ്രീക്വൻസി, y ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ F ഫോഴ്സ്, K constant, X displacement. Equation for displacement in simple harmonic motion, y equal to A sin omega t plus phi. A denotes amplitude. Okay. Then velocity, simple harmonic motion velocity equation, V equal to omega root of A square minus y square. Acceleration, A equal to minus omega square y. Now, kinetic energy half m omega square into A square minus y square. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം kinetic energy is maximum at the mean position or equilibrium position and minimum at the extreme position. Kinetic energy maximum ആവുന്നത് mean പൊസിഷനിലാണ് അല്ലെങ്കിൽ equilibrium പൊസിഷനിലാണ്, മിനിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. പൊട്ടൻഷ്യൽ എനർജി half m omega square y square. Potential energy maximum at extreme position, minimum at mean position. Potential energy ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. y ഉണ്ടല്ലോ, y ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എപ്പോഴായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുമ്പോഴായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ. മിനിമം ആവുക ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആകുമ്പോഴാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആവുക എന്ന് പറയുന്നത് മീൻ പൊസിഷനാണ് സംഭവിക്കുക. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം അറ്റ് ദി മീൻ പൊസിഷൻ. നൗ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഹാഫ് m omega square A square. It is same at all positions. Okay, total energy is same at all positions. എല്ലാ പൊസിഷനിലും ടോട്ടൽ എനർജി സെയിം ആണ്. ഇനി പൊസിഷൻ വെർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ ഈക്വൽ. ഏത് പൊസിഷനിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക? അതും ചോദിച്ച് കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ. എക്സ് ഈക്വൽ ടു A/√2, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ 1/√2 ടൈംസ് ആകുമ്പോൾ, എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ എക്സ് ഈക്വൽ ടു A/√2 ആകുമ്പോഴാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക. Expression for time period of simple pendulum, t equal to 2π√L/g. T time period ആണ്, L length of the pendulum, g acceleration due to gravity.
Then time period is independent of mass of the bob. ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസും മൾട്ടിപ്പിൾ ചോയ്സൊക്കെ കാണാറുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂണിൽ 1/6 ഓഫ് എർത്താണ്, അങ്ങനെയാകുമ്പോൾ ടൈം പീരീഡ് എത്രയായിരിക്കും, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. d²x/dt² + ω² x is equal to 0. സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണിത്. d²x/dt² + ω² x is equal to 0. Next is graph showing variation in potential energy and kinetic energy with respect to displacement. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് വേരി ചെയ്യുന്നു ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആ ഒരു ഗ്രാഫാണിത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് നോക്കൂ. 0 ആണ് മെയിൻ പൊസിഷനിൽ, മാക്സിമം അറ്റ് ദി എക്സ്ട്രീം പൊസിഷൻ, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ദെൻ കൈനറ്റിക് എനർജി, ഈ ഒരു പരാബോളയാണ് കൈനറ്റിക് എനർജി. രണ്ടും പാരാബോളിക് ഷേപ്പാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കൈനറ്റിക് എനർജി സൂചിപ്പിക്കുന്ന ഗ്രാഫ്. കൈനറ്റിക് എനർജി നോക്കൂ. മെയിൻ പൊസിഷനിൽ മാക്സിമം, എക്സ്ട്രീം പൊസിഷനിൽ 0 ഓർ മിനിമം. ബട്ട് ടോട്ടൽ എനർജി റിമെയിൻസ് സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ്. എല്ലാ പോയിൻറ്റ്സിലും ടോട്ടൽ എനർജി സെയിം ആണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ ടോട്ടൽ എനർജി എല്ലാ പൊസിഷനിലും ഈക്വൽ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫാണിത്, അത് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ എനർജി കൺസർവേഷനിലൊരു ഗ്രാഫ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളൊരു ഗ്രാഫ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഈ കേസിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് പാരാബോളിക് ആണ്. അടുത്തത് വാട്ട് ഈസ് മെൻറ്റ് ബൈ സെക്കൻഡ്സ് പെൻഡുലം. എന്താണ്? പെൻഡുലം വിത്ത് ടൈം പീരീഡ് ഈക്വൽ ടു 2 seconds. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, വേവ്സ് എന്ന ലെസൺ. ദർ ആർ 2 types of waves, longitudinal waves and transverse waves. Longitudinal wavesന് എക്സാമ്പിൾസ് ആണ് സൗണ്ട് വേവ്സ്, transverse wavesന് എക്സാമ്പിൾ ലൈറ്റ് വേവ്സ്. Then speed of transverse waves in a string, equation V equal to square root of T by M. T tension in the string, M linear density. Linear density എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ പലപ്പോഴും ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ഇതുപോലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഡിവൈഡഡ് ബൈ മാസ് ചെയ്യാറുണ്ട് പലരും. ശ്രദ്ധിക്കുക, എം എന്ന് പറയുന്നത് മാസ് അല്ല, ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് യൂണിറ്റ് ലെങ്തിൻ്റെ മാസാണ് എം, അതിനാണ് ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അടുത്ത സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇൻ സോളിഡിലുള്ള സ്പീഡ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സ്പീഡ് V equal to square root of y by rho. Pi Young's modulus, rho density. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇൻ ലിക്വിഡിലാണെങ്കിൽ സ്പീഡ് ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് B by rho, where B bulk modulus. Longitudinal waves in gas, speed V equal to root of P by rho. P is the pressure. ഈ ഫോർമുലയ്ക്ക് തന്നെയാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുക. ഓക്കെ, ന്യൂട്ടൺസ് ഫോർമുല V equal to root of P by rho ആണ്. ഇനി അതിലൊരു കറക്ഷൻ വരുത്തിയതിന് ശേഷമുള്ള ഫോർമുലയാണ് ലാപ്ലേസ് ഫോർമുല. ലാപ്ലേസ് ഫോർമുലയിൽ V equal to root of gamma P by rho എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുലയിൽ കറക്ഷനും കൂടി വരുത്തിയതിന് ശേഷം ഉള്ള ഫോർമുലയാണ് ലാപ്ലേസ് ഫോർമുല. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ, ഗാമ സി പി ബൈ സി വി, നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചതുപോലെ തന്നെ. ഈ ഫോർമുലയ്ക്ക് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, പി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്ന ഫോർമുല തന്നെയാണ് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്കുകളാണ്. അതായത് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ക്ലോസ് പൈപ്പ്,
ഓപ്പൺ പൈപ്പ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണത്. അതിൽ ഇക്വേഷൻസും അതുപോലെ തന്നെ ഡയഗ്രവും എല്ലാ മൂന്നിൻ്റെയും ഡയഗ്രാം നിർബന്ധമായിട്ട് വരച്ച് പഠിക്കണം. കാരണം സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലോസ് പൈപ്പ് ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഡയഗ്രാം സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്, അതിൻ്റെ ആ ഒരു ഡെറിവേഷൻ പാർട്ടും. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും കൂടി പഠിക്കുക. ഷോ ദാറ്റ് ദ റേഷ്യോ ഇസ് ഗിവൺ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഫ്രീക്വൻസി FN ഈക്വൽ ടു NV/12. FN അല്ലെങ്കിൽ ന്യൂ എന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ വിയും ന്യൂവും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ F ഉപയോഗിച്ചത്. അപ്പോൾ FN is equal to NV/12, where N denotes the mode of vibration, nth mode of vibration. So if N equal to 1, then F1 is equal to V/12. That is called fundamental frequency or first harmonic. N equal to 2 ആകുമ്പോൾ F2 equal to 2V/12 അല്ലെങ്കിൽ 2F1. V/12 F1 ആണ്. അപ്പോൾ 2V/12 എന്ന് പറഞ്ഞാൽ 2F1. That is called second harmonic or first overtone. Then F3 3V/12 equal to 3F1, known as third harmonic or second overtone. അപ്പോൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ മോഡ്സ് ഓഫ് വൈബ്രേഷൻ പോസിബിൾ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ എല്ലാ മോഡ്സ് ഓഫ് വൈബ്രേഷനും പോസിബിളാണ്. F1 2F1 3F1 ആ രീതിയിൽ എല്ലാ മോഡ്സ് ഓഫ് വൈബ്രേഷനും പോസിബിളാണ്. ഇനി ക്ലോസ് പൈപ്പിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി F1 V/4L, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓർ ഫസ്റ്റ് ഹാർമോണിക്. F2 3F1 or 3V/4L. This is called first overtone. F3 5F1 or 5V/4L. That is called second overtone. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, in a closed pipe only odd harmonics are produced. നേരത്തെ all harmonics possible എന്ന് പറഞ്ഞിരുന്നു. കാരണം F1 2F1 3F1 അങ്ങനെ എല്ലാ മോഡ്സും പോസിബിൾ ആയിരുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് പൈപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ F1 then 3F1 5F1 ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്, ഓഡ് ഹാർമോണിക്സ്. അപ്പോൾ നമുക്ക് എഴുതാം F1 is to F2 is to F3 equal to 1 is to 3 is to 5. ഇതിങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് F1 is to F2 is to F3. Fന് പകരം ചിലപ്പോൾ ന്യൂ ആയിരിക്കും. ന്യൂ1 is to ന്യൂ2 is to ന്യൂ3 given by 1 is to 3 is to 5. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ചോദിക്കാറുണ്ട്, ഈ ഒരു ഇക്വേഷന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. അടുത്തത് ഓപ്പൺ പൈപ്പിൽ ഇതുപോലെ തന്നെ ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ F1 equal to V/12 which is fundamental, F2 equal to 2V/12 which is 2F1, then F3 equal to 3V/12 which is 3F1. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം F1 2F1 3F1 ഇങ്ങനെ എല്ലാ ഹാർമോണിക്സും പോസിബിളാണ്. ദാറ്റ് മീൻസ് ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. സോ F1 is to F2 is to F3 given by 1 is to 2 is to 3. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, in stretched string and in open pipe all harmonics are possible, പക്ഷേ in closed pipe only odd harmonics are പോസിബിൾ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കേസിലും ഡയഗ്രാംസ് വരച്ച് പഠിക്കുക, ആ റേഷ്യോ എഴുതാൻ അറിയണം, അതിൻ്റെ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ അറിയണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് ടു ക്ലോസ്ഡ് പൈപ്പ് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബിക്കോസ് ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ് ഇൻ ഓപ്പൺ പൈപ്സ്. ചോദിക്കാറുണ്ട്, വൈ ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് ഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന്, ഫ്ലൂട്ട് പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന് ഓപ്പൺ പൈപ്സ് യൂസ് ചെയ്യുന്നത്, ക്ലോസ്ഡ് പൈപ്പ് യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഒരു ആൻസറാണിത്. എന്താണ്? ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻറ്റ് ഇൻ ഓപ്പൺ പൈപ്സ് വൈൽ ഇൻ ക്ലോസ്ഡ് പൈപ്പ് ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പോസിബിൾ. ക്ലോസ്ഡ് പൈപ്സിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ, അതേസമയം ഓപ്പൺ പൈപ്സിൽ എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആണ്. മറ്റൊന്ന്, ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ചോദിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്ക് ആൻറ്റി നോട്ട്സ് ആൻഡ് നോട്ട്സ്
നമ്മൾ ഈ 3 കേസിലും ആൻറ്റി നോഡ്സും നോഡ്സും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ആൻറ്റി നോഡ്സ് എന്ന് പറയുന്നത് പോയിൻറ്റ്സ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നോഡ്സ് ആർ പോയിൻറ്റ്സ് ഓഫ് മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അത് ആ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ഇതിലെ ഒരു ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആസ് ഹേർഡ് ബൈ ദ ലിസണർ. ഡോപ്ലർ ഇഫക്റ്റിൽ വരുന്ന കാര്യമാണ്. അതായത് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ ലിസണർ ഓർ ദ സോഴ്സ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഇസ് ഡിഫറെൻറ്റ്. അതായത് നമുക്ക് തോന്നുന്ന ഒരു ഫ്രീക്വൻസി, അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഫ്രീക്വൻസി, അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷനാണ് ഇത്. ന്യൂ ഡാഷ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ, where v velocity of sound, vl velocity of listener, vs velocity of the source. ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് കേസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ലിസണർ ഇസ് സ്റ്റേഷനറി, അപ്പോൾ വി എൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. സപ്പോസ് ദ സോഴ്സ് ഇസ് സ്റ്റേഷനറി, അപ്പോൾ വി എസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഇനി ലിസണർ ആൻഡ് സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ, അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റേ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുക. ആ സൈനോട് കൂടി ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സപ്പോസ് ലിസണർ ഇസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ദിസ് ഇസ് വി എൽ, ആൻഡ് സോഴ്സ് ഇസ് മൂവിങ് ലൈക്ക് ദിസ്, വി എസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? വി മൈനസ് വി എൽ divided by v minus vs നെഗറ്റീവായിട്ട് എടുക്കുക, മൈനസ് വി എസ് എന്ന് കിട്ടും. ഓക്കെ, സോ യുൽ ഗെറ്റ് v minus vl by v plus vs. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ, ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് കേസും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ സൈൻ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവും ഇത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ വ്യത്യാസം വരും. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ വി എൽ വി എസ് മൂവിങ് എവേ ഫ്രം ഈച്ച് അതർ, അങ്ങനെ വരുമ്പോഴും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റേ ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുക. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ്, അതിൽ വി എല്ലിനും വി എസിനും ആ രീതിയിൽ ഡയറക്ഷൻ അസൈൻ ചെയ്യുക. സൈനോട് കൂടി വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ എല്ലാ ഇക്വേഷനും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. സൈൻ ഓരോ കേസിലും നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് സൈൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കേസിൻ്റെ ഇക്വേഷൻ വേണമെങ്കിലും എഴുതാൻ കഴിയും. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ മുതൽ വേവ്സ് വരെയുള്ള ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ ഇക്വേഷൻസ് പഠിക്കുന്നതിനൊപ്പം ആ ഇക്വേഷൻ്റെ ഡെറിവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി പോവുക. ഇപ്പോൾ ഒരു ലാസ്റ്റ് റിവിഷന്, അതായത് എക്സാമിന് തൊട്ട് മുമ്പുള്ളൊരു റിവിഷന് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ, +1 +2 റെഗുലർ ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.